ഇന്നലെ കല്യാണം കഴിഞ്ഞൊരു വീടില്ലേ ഇവിടെ? അങ്ങോട്ട് പോയിട്ട് അടുത്ത ഭാഗത്ത് അവിടെ നടക്കാനുള്ള ഫസ്റ്റ് വീടാണ് ഇവിടെ വീടിന്റെ ഓണർ. ആ പരിപാടിയൊക്കെ ഉഷാറായി. ഓ ഞാൻ വീട്ടിലുണ്ട്. ആ ഓക്കെ. ഓ വന്നോളി. മോന്റെ കല്യാണല്ലേ ഇന്നലെ കഴിഞ്ഞ്? ആ മോനെ കല്യാണം. മോനെടെ ഒന്ന് കാണ്ടീനി. ആ ഓനെ കുട്ടീനെ കൂട്ടി പുറത്തേക്ക് പോയതാണ്. ആര് ഓനെ കമ്പനിക്കാരാ? കമ്പനി ഒന്നല്ല, ഞങ്ങള് കാണേണ്ട ആവശ്യം കേറി ഇരുന്നോളി. ഓന് ചിലപ്പോ കുറച്ച് ലേറ്റ് ആവും. ഇല്ല ഇരിക്കില്ല, ഞങ്ങൾക്ക് ഇനിയും വേറെ ഇങ്ങനെ പോകാനുണ്ട്. അല്ല ഇന്നലെ വന്നില്ലേ? ഇല്ല ഇന്നലെ ഞങ്ങൾ എത്തിയിട്ടില്ല. എന്താ പൈസന്റെ ഇടപാടൊന്നുമില്ല? പൈസയുടെ പാടൊന്നുമില്ല. ഇവിടെ ഇരിക്കാമോ? അവിടെ ക്ലീനിങ്. നിങ്ങള് എവിടുന്നേനി? എവിടെ സ്ഥലം? പൈസന്റെ അല്ല, ഞങ്ങളെ കമ്പനിക്കാരും അല്ല. പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? എന്താ പറഞ്ഞോളി, നമ്മൾ കുഴപ്പമില്ല. നിങ്ങളെ മോനെയും മരിയോളെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ആ മാരേജ് രജിസ്റ്റർ അതുപോലെ അങ്ങോട്ട് വരുമല്ലോ. ഞങ്ങൾ മാരേജ് സർക്കിന്റെ അല്ല, ഞങ്ങൾ മാഷിമാരാണ്. കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടിട്ട് രജിസ്ട്രേഷൻ വേണ്ടി വന്നതാണ്. അതാണ് അത്. നിങ്ങള് വീട് മാറിപ്പോയിണ്ടാവും. ഇവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല. ഇവിടെ ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ യൂണിഫോം, ബുക്ക്, ബാഗ്, ബസ് എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്റെ അറിവിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങള് വിവരം അതിന് വന്നാണ് നമ്മളത്. സ്കൂളിന്റെ ഭാഗമായിട്ട് പുതിയ മാരേജ് കഴിഞ്ഞവർക്ക് ഒരു ഓഫർ ഉണ്ട്. അപ്പൊ ആ ഓഫർ സംസാരിക്കാനാണ് ഇപ്പൊ വന്നത്. ഓഫറോ? എന്താ ഓഫർ? മാരേജ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ള ഡെലിവറി കഴിഞ്ഞാൽ അതിന്റെ കുട്ടിന്റെ എല്ലാ ചെലവും സ്കൂൾ വഹിക്കും. ഇത് കൊള്ളാമല്ലോ, നല്ല ഓഫറാണല്ലോ. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത 4 ഇയറിന്റെ ഉള്ളില് ആ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്താന്നുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാവും. അതിലൊന്ന് സൈൻ ചെയ്തിട്ട് ആ കുട്ടി അങ്ങ് തരാന്നുള്ളതിലാണ് ഞങ്ങൾ ഈ ഓഫർ സാറിന് തരുന്നത്. അഡ്വാൻസ് ബുക്കിംഗ്. ആ അതെ. കാലം പോയൊരു പോക്ക്. ഇനി അങ്ങോട്ട് ഇങ്ങനെ പോയില്ലേ ഞങ്ങളെ ജോലിക്കും പ്രശ്നമാണ്. അത് നല്ല ഓഫറാണ്. ഇന്നാ ഒരു മോനോടി ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അതിന് ഞങ്ങളെ ഇതിൽ സംവിധാനം ഉണ്ട്. നല്ല കുട്ടികളെ നോക്കിയിട്ട് മാരേജ് ചെയ്യാനുള്ള ഇതാക്കി കൊടുക്കണേ. അപ്പൊ നിങ്ങൾ മാഷന്മാരാണോ അല്ലെ ബ്രോക്കർമാരാണോ? കല്യാണ ബ്രോക്കർ ആണോ? ഇനി അങ്ങോട്ട് ഞങ്ങളെ ജോലി നിലനിർത്താൻ എല്ലാ പണി ഞങ്ങൾ എടുക്കേണ്ടി വരും. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി ക്ലാസ് പോയി 5 പഠിക്കുന്നു. ചെറിയ കുട്ടിക്കുള്ള ഓഫർ ഒന്നും നമ്മള് സ്കൂളിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ ആ കൂട്ടത്തിൽ നമുക്ക് അതിന്റെ നല്ല തീരുമാനം. ഡബിൾ ഓഫർ വേറെ ഉണ്ട്. ഇതാ അത് ചെക്ക് ചെയ്താ ഒരു വീട്ടിൽ നിന്ന് 2 ആൾ വരാൻ ചൈനുള്ള വേറെ ഉണ്ട്. പാപ്പാരെ വരെ വെറുതെ വിടൂല. നിങ്ങള് വയസ്സാം കാലത്ത് മനുഷ്യന് ഓരോരോ പണിയായിട്ട് വന്നിട്ടുണ്ട്. പാപ്പന്റെ കറണ്ട് ഇല്ലേനി. ആ ഫ്ലോർ എന്നോട് മോന്റെ കിട്ടിയാ മതി. രണ്ടും ഇല്ലാതായി. ഈ അസീസ് ഖാന്റെ വീട് ഇതന്നല്ലേ? നമ്മളെ പോലെ ഏതോ സ്കൂളിൽ മാസം എന്നാ തോന്നുന്നുണ്ട്. അതിന്റെയും കഥ എന്ന് കേറി കൊടുക്കട്ടെ. കിട്ടിയ തന്നെ ജീവിക്കാൻ തന്നെ തുടങ്ങിയല്ലോ. ഇതിന്റെ ഇടയിൽ ഓരോരോ പുതിയ ബുക്കിംഗുമായിട്ട് ഓരോരുത്തർ വന്നോളൂ. പോയിടാ അവിടുന്ന്. നിങ്ങള് മാഷ? ഞാൻ മാസ്റ്റൊന്നുമല്ല. ഓടിച്ചേ? ഞാന് പ്രസവരക്ഷ ട്രീറ്റ്മെന്റിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന. ഞാൻ കണ്ടുകൊണ്ട് പറിച്ചോ. അപ്പൊ പ്രസവിച്ച് കഴിഞ്ഞ് നേരിട്ട് നമ്മള് സ്റ്റേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കുളിപ്പിക്കലും മറ്റും ഒക്കെ പാട് ചെയ്യണം. അതില്ലേ? അതന്നെ. നിങ്ങൾ എന്തിനാ വന്നത്? നമ്മള് സ്കൂളിൽ മാഷ. ഇന്നലെ കല്യാണം കഴിഞ്ഞാണല്ലോ. അപ്പൊ അഡ്വാൻസ് ബുക്ക് ചെയ്യാണ്ടി വന്നേനി. ജസ്റ്റ് മിസ്സായി പോയി. നിങ്ങൾ എന്റെ മാതിരി തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിന് വന്നാ നമുക്ക് ഒപ്പറായിട്ട് കയറാം. അതാകുമ്പോ നല്ലൊരു സ്കീമുമാണ്.